2025 മാർച്ചിൽ ഓപ്പൺ ഐന്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ആയിരുന്ന ആൻഡ്രോ കർപ്പതി ഒരു ട്വീറ്റ് ഇട്ടു. സത്യത്തിൽ ഈ ട്വീറ്റ് ഇട്ട സമയത്ത് മൂപ്പര് പോലും അറിഞ്ഞു കാണില്ല ഇത് ഇത്രയും വൈറലായി മാറുന്നത്. വൈബ് കോഡിംഗ് എന്നൊരു പുതിയ ട്രെൻഡിനാണ് മൂപ്പര് അന്ന് തുടക്കം കുറിച്ചത്. ചുമ്മാ ഇട്ടൊരു ട്വീറ്റ്, പക്ഷെ ലോകത്തിലെ സകല ജനങ്ങൾ അത് ഏറ്റുപിടിച്ച് ഇന്ന് അതൊരു വലിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് വൈബ് കോഡിങ്, ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങള്, ഇതെങ്ങനെ ചെയ്യാം, ആർക്കൊക്കെ ചെയ്യാം, ഇതിലെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണ്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ മൊത്തത്തിലൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡെമോയും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സെക്ഷനിൽ ഇനിയൊരു വീഡിയോയിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഡീപ്പായിട്ട് പറയാനുണ്ട് അതിൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അക്കോർഡിംഗ് ടു ആൻഡ്രോ കർപ്പതി, കീബോർഡ് പോലും തൊടാതെ ചുമ്മാ എഐനോട് നമുക്ക് വേണ്ടുന്ന കോഡ് ചോദിക്കുക, അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ആ എറർ അതിനോട് തന്നെ ചോദിച്ച് റെക്ടിഫൈ ചെയ്യുക. അങ്ങനെ ഫുള്ളി ഒരു വൈബ് മോഡിലിരുന്ന് കോഡ് ചെയ്യുക. ഇതിനെയാണ് വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഒരു പണി എടുക്കേണ്ടതില്ല. നമ്മളൊരു മാനേജറെ പോലെ ആക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പണിക്കാരനെ പണി ഏൽപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ. യു ജസ്റ്റ് തിങ്ക്, യു സേ ഇറ്റ് ആൻഡ് AI ബിൽഡ്സ് ഇറ്റ്. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈബ് കോഡിങ്. അങ്ങനെ എല്ലാവർക്കും കോഡ് ചെയ്യാം, എല്ലാവർക്കും കോഡ് ചെയ്ത് അവരവരെ സ്വന്തം പ്രോഡക്റ്റും അവരുടെ സ്വന്തം ആപ്പ് വെബ്സൈറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ സന്തോഷിക്കുന്നവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വൈബ് കോഡിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ട്. സത്യത്തിൽ എല്ലാവർക്കും കോഡ് ചെയ്യാം, എല്ലാവർക്കും പ്രൊഡക്ഷൻ റെഡി ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം, ഒരിക്കലും നടപടിയാവില്ല. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കോഡറും ഒരു പ്രോഗ്രാമറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഒരു കോഡർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ലോജിക്കിനെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന രീതിയിൽ മാറ്റിയെടുത്ത് ഒരു അപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡിനെയാണ് കോഡർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രോഗ്രാമർ എന്ന് പറയുന്നത് അത് കുറച്ച് ലെവല് മാറ്റാം. ഒരു പ്രോഗ്രാമർ എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റും അതോടൊപ്പം തന്നെ ഒരു സയന്റിസ്റ്റും കൂടിയാണ്. പുള്ളിക്കാരൻ ആർട്ടും അപ്ലൈ ചെയ്യേണ്ടിണ്ടാവും, സയൻസും അപ്ലൈ ചെയ്യേണ്ടിണ്ടാവും. സോ മൂപ്പർക്ക് അത്യാവശ്യം ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ട്, കുറച്ച് ഇൻസ്റ്റിങ്ക്റ്റ് ആവശ്യമുണ്ട്. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല പ്രോഗ്രാമർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ആർക്കും ഒരു വൈബ് കോഡിങ്ങിലൂടെ നല്ല പ്രോഗ്രാമർ ആവാൻ പറ്റും എന്നുള്ളത് എവിടെയും ഉറപ്പ് തരുന്നില്ല. അപ്പോൾ ഇത് കേട്ടതിൻ്റെ പേരിൽ വീഡിയോ ഇവിടെ ഇട്ടിട്ട് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് മറികടക്കാനുള്ള വഴികളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്ങനെ നല്ലൊരു വൈബ് കോഡർ ആവാം, എങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാം, അതിനെന്തൊക്കെ ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്, ഒക്കെ നമുക്ക് ഇന്ന് കവർ ചെയ്യാം. ഇതൊരു അവസരമായി കണ്ട് പലരും പലതരത്തിലുള്ള പ്രോഡക്റ്റുകളും ഇതിനോടൊപ്പം തന്നെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഇൻഡി ഹാക്കറും ഡച്ച് എന്റർപ്രണറായ പീറ്റർ ലെവൽസ് സ്വന്തമായ ഒരു ഫ്ലൈറ്റ് സിമുലേറ്ററിനെ വൈബ് കോഡിങ്ങിലോട്ട് ക്രിയേറ്റ് ചെയ്ത് മൂപ്പരുടെ കമ്മ്യൂണിറ്റിയിലോട്ട് പബ്ലിഷ് ചെയ്തു. മൂപ്പർക്ക് അത്രയധികം ട്വിറ്റർ ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വളരെയധികം പോപ്പുലറായി. ഇൻ ഗെയിം അഡ്വർടൈസ്മെന്റിലൂടെ മൂപ്പർ നല്ലപോലെ സമ്പാദിക്കാനും തുടങ്ങി. എന്നിരുന്നാൽ പോലും ഫ്ലൈറ്റ് സിമുലേറ്റർ പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. പല സ്ഥലത്തു നിന്ന് അത് ക്രാഷ് ആവും, ചില ലെവലുകൾ നമുക്ക് കടക്കാൻ പറ്റൂല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും ആ ഗെയിം ഫേസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു പുള്ളിക്കാരൻ മൂപ്പർക്ക് ഒരു കോഡിംഗ് നോളേജ്, ഒരു കോഡിംഗ് ബേസും ഇല്ലാതെ തന്നെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ട്വിറ്റർ പോസ്റ്റ് ഇട്ടു. മൂപ്പർ പറയുകയാണ്, ഞാൻ ഇത് ഫുള്ളി വൈബ് കോഡിംഗ് വെച്ചിട്ടാണ് ചെയ്തത്. അതിന് യൂസ് ചെയ്ത ചില ടൂളുകളും മൂപ്പർ അതിൽ പറയുന്നുണ്ട്. കഴ്സർ, ബോൾട്ട് എന്നൊക്കെ പറയുന്ന ചില ടൂളുകൾ, അതൊക്കെ നമ്മൾ പറയും. മൂപ്പർ ഇതിനെക്കുറിച്ച് ഒരു ട്വീറ്റിൽ മെൻഷൻ ചെയ്തിട്ട് ഇങ്ങനെയായിരുന്നു: ഞാൻ വൈബ് കോഡിങ്ങിലോട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു, ഒരു സാസ് പ്രോഡക്റ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തു, അത് ഞാനിപ്പോൾ വിറ്റ് എനിക്ക് നല്ല വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ട്വീറ്റ് ഇട്ട് കുറച്ച് ദിവസത്തിനകം തന്നെ ഹാക്കേഴ്സ് പണി കൊടുത്തു. ഇദ്ദേഹം ഒരു പ്രോഗ്രാമർ അല്ലാത്തത് കൊണ്ട് തന്നെ പ്രോഗ്രാമിങ്ങിൽ പാലിക്കേണ്ട പല ബെസ്റ്റ് പ്രാക്ടീസസും മൂപ്പര് പാലിച്ചില്ലായിരുന്നു. ധാരാളം സെക്യൂരിറ്റി ഇഷ്യൂസ് ആ ആപ്പ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കണം, വൈബ് കോഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ആർട്ട് ആൻഡ് ഫണ്ടമെന്റൽസ്. നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് മാത്രമായതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു വൈബ് കോഡിങ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ആർക്കും വൈബ് കോഡിങ് ചെയ്യാൻ പറ്റുന്നുള്ള ധാരണ ഒരു തരത്തിൽ തെറ്റാണ്. ശരിയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽസ് പ്രോപ്പർ അല്ലെങ്കിൽ, അതായത് ഒരു ഫണ്ടമെൻ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ കംപ്ലീറ്റ് അരച്ച് കലക്കി കുടിക്കണം എന്നൊന്നുമല്ല. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ്, അതിനെന്തൊക്കെ ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യണം, ഓവറോൾ ആയിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. സിമ്പിളായി പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ബേസിക് കോമൺ സെൻസിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ പാസ്വേഡ് ഞാൻ ഒരിക്കലും എക്സ്പോസ് ചെയ്യരുത്. അതിനെ ഞാൻ ബെസ്റ്റ് പ്രാക്ടീസിലൂടെ അതിൻ്റെതായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളത്. ഇത് ഒരു നോൺ ടെക്നിക്കൽ പേഴ്സണ് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ DOS, DDoS എന്ന് പറയുന്ന അറ്റാക്കുകൾ
നമ്മൾ വെബ് ആപ്ലിക്കേഷനിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന രീതിയിലുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അധികകാലം നിലനിൽക്കില്ല. സോ എങ്ങനെ നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് വൈബ് കോഡിങ്ങിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യാം? ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എന്താണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ധാരണ, ഒരു റോഡ് മാപ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇന്നതാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിൽ ഇന്നൊക്കെ കോമ്പണൻസ് ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്, ഇന്ന ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ ഞാൻ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു പ്ലാൻ ഫസ്റ്റിലുണ്ടായിരിക്കണം. ചുമ്മാ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ പോയി ഇരുന്ന് എനിക്കിതാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തുണ്ടാക്കുകയല്ല വേണ്ടത്. ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ. ഞാൻ രണ്ട് ആപ്ലിക്കേഷൻ ഞാൻ അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കോഡിങ് ബാക്ക്ഗ്രൗണ്ട് ആയത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഡീബഗ് ചെയ്ത് കാര്യങ്ങൾ സ്മൂത്ത് ഔട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ചെയ്തിരുന്ന മണ്ടത്തരം അതായിരുന്നു. നേരെ ചെല്ലുക, കമ്പ്യൂട്ടറിന് മുന്നിൽ പോവുക, LLMനോട് പറയുക എനിക്ക് ഇന്നതാ വേണ്ടത്. ഓൺ ദ ഗോ ഞാനത് ഇംപ്രൂവൈസ് ചെയ്ത് പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തു പോയി. അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഞാൻ അതിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കോഡ് ഒരു ഘട്ടത്തിൽ 5000 ലൈൻസിന് മേലെ എത്തി. പക്ഷേ ഒരു വൈബ് കോഡിങ്ങിൻ്റെ നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു പേജിൽ മാക്സിമം ഒരു 200 ലൈൻ 300 ലൈൻ ഇതിന് മേലെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഒരു ഒറ്റ പേജിൽ വരുന്ന സമയത്ത് ഇത് ബൾക്കി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാം LLMസിന് ഒരു കോണ്ടെക്സ്റ്റ് വിൻഡോ ഉണ്ട്. ഈ കോണ്ടെക്സ്റ്റ് വിൻഡോന് മേലെ പോയി കഴിഞ്ഞാൽ മോഡൽസ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്യില്ല. അത് പലപ്പോഴായിട്ട് ഹാലൂസിനേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും, കോഡ് ബ്രേക്ക് ആവാൻ തുടങ്ങും, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. കോഡ് ചെയ്യുന്നതിന് മുന്നേ ഇന്നതാണ് എൻ്റെ പ്രോഡക്റ്റ്, ഇന്ന ഫീച്ചേഴ്സൊക്കെ അതിലുണ്ട്, ഇന്നൊക്കെയാണ് എനിക്ക് വേണ്ടുന്ന ടെക് സ്റ്റാക്ക്, അതൊക്കെ നമ്മൾ ഫസ്റ്റിലെ ഡിസൈഡ് ചെയ്യുക. ഇതിനെക്കുറിച്ചൊരു ധാരണയായി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ് PRD ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു സാമ്പിൾ PRD ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ PRDയിൽ നമ്മൾ എന്തൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യു ആർ നോ ലോങ്ങർ എ പ്രോഗ്രാമർ ഓർ എ കോഡർ, യു ആർ എ മാനേജർ. യു ഷുഡ് ആക്ട് ലൈക്ക് എ മാനേജർ. നിങ്ങളൊരു മാനേജറെ പോലെ ആക്ട് ചെയ്ത് നിങ്ങളുടെ ഇൻറ്റേൺ ആയ LLMനോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചിന്തിക്കും LLMന് എല്ലാം അറിയാം. പക്ഷേ LLMന് സത്യത്തിൽ എല്ലാം അറിയോ? LLMന് നിങ്ങളെ അറിയോ? നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അറിയോ? ഒരിക്കലും ഇല്ല. LLM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്, അത് ഇന്റർനെറ്റിലെ പല സോഴ്സിൽ നിന്നും പഠിച്ചെടുത്ത അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. ഇതിന് പല ലിമിറ്റേഷൻസും ഉണ്ട്. LLMന് ഒരിക്കലും നിങ്ങൾ ആരാന്നറിയില്ല, നിങ്ങളുടെ റിക്വയർമെന്റ് എന്നറിയില്ല. നമ്മൾ അസ്യൂം ചെയ്യുന്നിടത്താണ് നമ്മളെ പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചുമ്മാ പോയിട്ട് പറയും ഐ നീഡ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇത് ചോദിക്കും. LLM എന്ത് ചെയ്യും? അത് അതിൻ്റെതായ രീതിയിൽ തരും. പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. കാരണം എന്താ? നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല അത് തരുന്നത്. നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്താണ്, നമ്മുടെ ആവശ്യകത എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അവിടെയാണ് നല്ലൊരു പ്രോംപ്റ്റിങ്ങിൻ്റെ പ്രാധാന്യം. നിങ്ങൾ ഒരു പ്രോഡക്റ്റ് മാനേജറായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്റേണിന് പറഞ്ഞു കൊടുക്കുക. എത്ര കണ്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത്ര കണ്ട് ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ട് വരുന്ന ഒരു വ്യക്തി ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങൾ എല്ലാം കൂടെ കുത്തിയിരുന്ന് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൾ പിറ്റേന്ന് ഇട്ടിട്ട് പോകും. ഇല്ല, ഇതല്ലേ സംഭവിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുക, അതിൽ റിസൾട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്നുണ്ടോ നോക്കുക, അത് അവന് മനസ്സിലായോ നോക്കുക. ഇതിന് ശേഷം അടുത്തത് പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും നമ്മളെ ചുറ്റുപാടുകളിൽ ഈ തിരക്ക് പിടിച്ച് ചെയ്യുന്നവർ ചെയ്യില്ല. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇത് നമ്മുടെ ആവശ്യമാണ്. AI ക്ഷമയുള്ളൊരു വ്യക്തി, ക്ഷമയുള്ള ഒരു സാധനം. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. സോ ഇതാണ് ഫസ്റ്റ് പ്രാക്ടീസ്. നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം പറഞ്ഞു കൊടുക്കാതിരിക്കുക, AIനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതിരിക്കുക. രണ്ടാമത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കോഡിനെ നമ്മൾ എങ്ങനെ വെർഷൻ കൺട്രോൾ ചെയ്ത് വെക്കുന്നു, എങ്ങനെ നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മൾ അതിനെ സേവ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. ഇത് അറിയണമെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഗിറ്റ് എന്താണെന്ന് അറിയണം. ഗിറ്റ് എന്ന് പറയുന്ന ഒരു വെർഷൻ കൺട്രോൾ ടൂളാണ്. ഈ സിസ്റ്റത്തിലോട്ട് നമുക്ക് ഒരു പോയിന്റിൽ ഒരു കോഡ് നമുക്ക് വർക്കിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു
സ്പെസിഫിക് പോയിന്റിൽ നമ്മൾ അത്രയും കോഡിന് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഭാഗം നമ്മൾ ഏത് ഘട്ടത്തിൽ തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ആ കോഡിനെ റിട്രൈവ് ചെയ്യാൻ പറ്റും. ഇത് എപ്പോഴാണ് നമുക്ക് യൂസ് ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LLMs സൂപ്പർ പവർഫുൾ ആയതുപോലെ തന്നെ അത് ഹാലൂസിനേറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഒരു ഘട്ടത്തിൽ ഇത് ചിന്തിക്കുകയാണ്, എനിക്ക് ഈ കോഡിൽ ഈ പോർഷൻ ആവശ്യമില്ല, പക്ഷേ അത് ആക്ച്വലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു കോഡായിരിക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റിലെ ചില പോരായ്മകൾ കാരണം LLM താൻ മനസ്സിലാക്കി എടുക്കുമ്പോൾ ഇന്ന പോർഷനിൽ ഇന്ന കോഡ് ഡിലീറ്റ് ചെയ്ത് പോകണം എന്നുള്ളൊരു തോട്ട് പ്രോസസ് അതിന് വന്നുണ്ടായില്ല. പക്ഷേ ആക്ച്വലി ആ കോഡ് വർക്കിംഗ് കോഡായിരിക്കും, നമുക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കോഡായിരിക്കാം. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ ആ പോർഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്യും. ഇത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്. ഇത്ര വട്ടം ഞാൻ ഉദ്ദേശിച്ച ഭാഗങ്ങൾ പിന്നീട് നോക്കുമ്പോൾ കാണാറില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഞാനോ നിങ്ങളോ ഇരുന്ന് പ്രോഗ്രാം ചെയ്യുന്നതല്ലാത്തത് കൊണ്ട് തന്നെ പ്രോംപ്റ്റിംഗ് വഴി നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് തന്നെ തിരിച്ച് വീണ്ടും ഒരു പ്രോംപ്റ്റിലൂടെ നമുക്ക് ആ പഴയ കോഡിന് കൊണ്ടുവരൽ അത്ര എളുപ്പമല്ല. അവിടെയാണ് നമ്മൾ മൂന്നാമത്തെ കാര്യം, നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ് നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താ അതിൻ്റെ പർപ്പസ് എന്നുള്ളത് കൃത്യമായി വായിക്കാം. ഓരോ റിവിഷൻസിലും ഓരോ പോയിന്റിലും എന്താണ് ചേഞ്ച്, എന്താണ് ഡിഫറൻസ്, തൊട്ട് മുന്നത്തെ കോഡിൽ നിന്ന് ഈ കോഡിലേക്ക് എന്താണ് ഡിഫറൻസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് തോന്നും നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാവും. ആ കോഡിൻ്റെ പോർഷൻ എടുക്കുക, അങ്ങനെ തന്നെ അതിൽ ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ചോദിക്കുക എന്താണ് ഈ പോർഷൻ ചെയ്യുന്നത്, ഈ വരികൾ എന്താ ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ നമുക്ക് റാപ്പിഡായിട്ട് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ റാപ്പിഡായിട്ട് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയിരുന്ന് അത് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അക്സെപ്റ്റ് ചെയ്ത് എറർ വരുമ്പോൾ അത് വീണ്ടും റീവർക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു നല്ല പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് വൈബ് കോഡ് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് നല്ല പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. വൈബ് കോഡിങ്ങിലെ ചില നൈറ്റ് മെയറുകളെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം. പ്രോബ്ലം നമ്പർ 1, നമുക്ക് പലപ്പോഴും അൺമെയിൻറ്റൈനബിൾ ആയിട്ടുള്ള കോഡുകളായിരിക്കും പ്രൊഡ്യൂസ് ആവുക. AI ആയതുകൊണ്ട് തന്നെ ചില പോർഷനിൽ ചില സമയത്ത് അത് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചില പോർഷൻസ് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യില്ല. ചില ഭാഗങ്ങൾ നമുക്ക് എക്സ്ട്രാ ഭാഗങ്ങളായിട്ട് വരും. ചില ലോജിക്കുകൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരും. ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ പ്രോംപ്റ്റിനോട് ചുറ്റിപ്പറ്റിയിട്ട് അത് ചെയ്യുമ്പോൾ അതേപോലെ ഓൾറെഡി ഒരു ലോജിക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അത് ചിലപ്പോൾ റെഫർ ചെയ്ത് കൊള്ളണമെന്നില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ടാവും. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള റൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുക. നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ തന്നെ പ്രോപ്പറായിട്ട് പറയുക ഇന്ന പോലെയൊക്കെ ചെയ്യണം. അതായത് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് പരമാവധി ഒഴിവാക്കാതെ നോക്കുക. ഓൾറെഡി ഒരു ലോജിക്ക് ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിൽഡ് ചെയ്ത ലോജിക്കിനെ തന്നെ റെഫർ ചെയ്യാൻ നോക്കുക. ഒരു ഫയൽ ഇത്ര ലൈനിന് മേലെ പോയി കഴിഞ്ഞാൽ അത് അടുത്ത ഫയലിലോട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി ചെയ്യുക. ഫങ്ഷൻസ് ഒക്കെ മൾട്ടിപ്പിൾ ഫയൽസ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇനീഷ്യലായിട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സെക്യൂരിറ്റി റിസ്ക്കാണ്. നമ്മൾ ഈ വൈബ് കോഡിങ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ കീ നമ്മൾ AI കൊടുത്തുകൊണ്ട് പറയും ഈ കീ ആണ് എനിക്ക് യൂസ് ചെയ്യേണ്ടത്, എൻ്റെ സീക്രട്ട് പാസ്വേഡ് ഇന്ന പാസ്വേഡാണ് എനിക്ക് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ API കീസ് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ കൊടുക്കുന്ന സമയത്ത് AI ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊള്ളണമെന്നില്ല. പലപ്പോഴായിട്ടും നമ്മളെ കോഡിനകത്ത് ഈ കീകൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കോഡ് നമ്മൾ പബ്ലിക് ആക്കുന്നതിനോടൊപ്പം തന്നെ ഈ കീ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ട് ചില മാനദണ്ഡങ്ങളുണ്ട്, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. കീകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗിറ്റ് ഇഗ്നോർ ഫയലുകളിൽ നമ്മൾ .env ഫയലായിട്ട് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് വേരിയബിൾസ് ആയിട്ട് കീപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ AWS പോലെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് അവിടുന്ന് ആക്സസ് ചെയ്യുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുക. കോഡിൽ ഒരു കാരണവശാലും നമ്മൾ കീ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമ്മൾ മാനുവലായിട്ട് തന്നെ നോക്കി കണ്ടുപിടിച്ച് ഉറപ്പ് വരുത്തുക. ഇതുപോലെ ഒരുപാട് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫുള്ളായിട്ട് AIനെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം AI അതിൻ്റെതായ രീതിയിൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോണ്ടെക്സ്റ്റ് അതിന് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഒരു പരിധിക്ക് മേലെ നമുക്കതിനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല. സോ ഇതെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ വേണം, ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം, ബേസിക് പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിൾസ് അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ് അറിയുന്നതോടൊപ്പം തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ഫസ്റ്റിൽ സൂചിപ്പിച്ചത്. വൈബ് കോഡിങ് ഈസ് ഈക്വൽ ടു ആർട്ട്
ആൻഡ് ഫണ്ടമെൻ്റൽസ്. രണ്ടും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ നാലാമത്തെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഡീബഗിങ്. നമ്മൾ ഈ കോഡുകൾ പലപ്പോഴും ഒരു വലിയ കോഡ് ബേസ് ഒക്കെ ആയി മാറുന്ന സമയത്ത് നമുക്ക് ഇതിൽ എന്തൊക്കെ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഡീബഗ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചിന്തിക്കും AI ഇതൊക്കെ എററൊക്കെ ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ഔട്ട് ചെയ്ത് തരില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോട്ടഡ് കോഡൊക്കെ ആണെങ്കിൽ ഇതിൽ നിന്ന് ഇടയിൽ കണ്ടുപിടിച്ച് എററൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ നല്ലപോലെ ബുദ്ധിമുട്ടും. അപ്പോൾ കുറച്ച് ഫണ്ടമെൻ്റൽസും കാര്യങ്ങളും അറിയെങ്കിൽ നമ്മൾ ഓരോ ഘട്ടത്തിൽ ഇന്നതൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഡീബഗ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അല്ലാത്ത പക്ഷത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഡ് മുന്നിൽ വെച്ചുകൊണ്ട് AIനോട് നമ്മൾ ഓരോ തവണയും റിപ്പീറ്റ് ചെയ്യും എറർ ക്ലിയർ ചെയ്യാൻ. ആ എറർ അത് പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിനിപ്പോൾ ഹൗ ടു വൈബ് കോഡ് എഫക്റ്റീവ്ലി.